കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കും. ഓരോ ദിവസവും ജയത്തോടെ ദൈവം നമ്മെ നടത്തുന്നു, കരുത്തോടെ നടത്തുന്നു. സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആരാധന കഴിക്കാം. സഹോദരങ്ങളെ, നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ അല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തെ സമ്പത്തിന് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല. എത്രയോ സമ്പത്തുള്ളവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. സമ്പത്ത് കൊണ്ട് ആരോഗ്യത്തെയോ രോഗത്തെയോ ഒന്നും പിടിച്ചു കെട്ടുവാൻ കഴിയില്ല. ദൈവം സൂക്ഷിച്ചാൽ, ദൈവം വിടുവിച്ചാൽ, ദൈവം സൗഖ്യമാക്കിയാൽ സൗഖ്യമാണ് എന്ന് ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർ മനസ്സിലാവും? മനസ്സിലാക്കുന്നവർ നന്ദിയോടെ സ്തോത്രം ചെയ്യണം. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ആയിരിക്കുന്നത് കൃപയാൽ കൃപയാൽ കൃപയാലാണ് എന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ അകത്തുണ്ടാവുക. ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറഞ്ഞിട്ട് 16-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയെ അങ്ങൊഴികെ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും. ഈ സ്ഥാനത്ത് കൊണ്ടുവന്നതും സിംഹാസനത്തിലിരുത്തിയതും ഇത്രത്തോളം കൊണ്ടുവന്നു ദാവീദ് പറയും, യഹോവയെ അടിയനെന്തുള്ളൂ, അങ്ങയുടെ കൃപയാണ്, അങ്ങ് നൽകിയ നന്മയാണ് എന്ന് പറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് രാജകീയ സിംഹാസനത്തിലിരുന്നിട്ടും അധികാരമുണ്ടായിട്ടും പ്രൗഢിത്വമുണ്ടായിട്ടും മനുഷ്യമായി ദൈവത്തിൻ്റെ പെട്ടകം കണ്ടപ്പോൾ താൻ അതെല്ലാം മറന്നു. ദൈവത്തെ ആരാധിക്കുന്നവൻ സ്ഥാനം നോക്കിയില്ല, മറ്റുള്ളവർ എന്തു പറയുമെന്ന് ചിന്തിച്ചില്ല. താൻ നൃത്തം ചെയ്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കാരണം സ്ഥാനമല്ല വലുത്, എന്നെ എത്തിച്ച ദൈവമാണ് വലുത് എന്ന് പറഞ്ഞ തന്നെ പരിഹസിച്ച തൻ്റെ വൈഫുണ്ടായിരുന്നു. വൈഫിനോട് പറഞ്ഞ സാക്ഷി നമുക്കറിയാം, എന്നെ ഇവിടെ എത്തിച്ചത് എൻ്റെ ദൈവമാണ്, അതുകൊണ്ട് ഞാൻ ഇതിലധികമായി ദൈവത്തെ സ്തുതിക്കുമെന്നാവാം. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ എത്തിക്കുന്ന ദൈവം, കൊണ്ടുവന്ന ദൈവം, നടത്തിയ ദൈവം, അർഹതയില്ലാത്തടത്ത് നമ്മളെ കയറ്റിയ ദൈവം എത്ര വലിയവനാണ്. അതോർത്ത് നന്ദി പറയണം. കഴിവുകൊണ്ടെത്തിയെന്ന് പറയാൻ പറ്റില്ല. ദൈവം നടത്തിയത് കൊണ്ടാണ് നമ്മൾ വന്നത്. എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പക്ഷേ ആരോഗ്യം ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുമോ? ആരോഗ്യം തന്ന ദൈവത്തിന്, അവിടം വരെ പോകാൻ കൃപ നൽകിയ ദൈവത്തിന് എത്ര പേർ നന്ദി പറയാറുണ്ട്? തിരിഞ്ഞു നിന്നിട്ട് പറ, ദൈവമേ ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ സഹായിച്ചു, ഇത്രത്തോളം അവിടുന്ന് ഞങ്ങളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് തയ്യാറാകാം. ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ ദൈവം വലിയവനായ ദൈവം, ശ്രേഷ്ഠനായ ദൈവം, ശാശ്വതവാസിയാണ്, അനാദിയായവനാണ്. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് അനാദിയായ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളുണ്ടാകുന്നതിന് മുമ്പ്, നമ്മുടെ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിനെല്ലാം അറിയാം. നാളെ എന്തായിത്തീരുമെന്നും ദൈവത്തിനറിയാം. ഭംഗിയായി തീർപ്പ് കൽപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ വിഷയം കൊണ്ടുവരിക, വലിയ അത്ഭുതം ഇന്ന് പകലിലും അവിടുന്ന് ചെയ്യും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവിടുന്ന് ഒരു നാളും സമ്മതിക്കുകയില്ല. സഹോദരങ്ങളെ, ഒരു ദിവസം പോലും കുലുങ്ങിപ്പോകാൻ സമ്മതിക്കാതെ നമ്മുടെ കരത്തിൽ പിടിച്ചവൻ സർവശക്തനാണ് എന്ന ചിന്ത ഇന്ന് പകൽ നമ്മയെല്ലാം ഫലിക്കട്ടെ. ധൈര്യത്തോടെ പറയാമോ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എന്നും പ്രഖ്യാപനം ചെയ്യാൻ നമുക്കിടയാകണം. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും.
ആ കർത്താവിൻ്റെ തുണയാണ്. അവിടുന്ന് വാക്ക് മാറത്തില്ല. അവിടുത്തെ കരം എന്നെ പിടിച്ചിട്ടുണ്ട്. ആവർത്തിച്ച് പറ, എന്നെ പിടിച്ച ഒരു കരമുണ്ട്, ബലമുള്ള കരം, ഭുജം, ഉയർന്നിരിക്കുന്ന ഭുജം. അവിടുത്തെ കരത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ നമുക്കെല്ലാവർക്കും ആത്മാവിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകലിലും നമ്മുടെ മധ്യേ വ്യാപരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റരികെ കടത്തി, തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. യാക്കോബ് നമുക്കറിയാം, യാബോക്ക് കടവ് കടന്നു. തനിക്കുള്ളതിനെല്ലാം അക്കരെ കടത്തി, താൻ തനിയെ ശേഷിച്ച് ദൈവത്തോട് മണ്ടുപിടിച്ചു. ചരിത്രം നമുക്കതാ. തൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെയായിരുന്നു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. സഹോദരങ്ങളെ, തനിയെ ശേഷിക്കുകയാണ്. തനിയെ ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിലിരുന്ന ദൈവവുമായി സംസാരിക്കുകയാണ്. ദൈവവുമായി അവിടുത്തെ മഹത്വം കാണാൻ, അവിടുത്തെ ശക്തി കാണാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം, സ്വർഗത്തിലെ അനുഗ്രഹം വരാൻ ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുന്നു. തനിയുള്ള പ്രാർത്ഥന. എല്ലാത്തെയും മാറ്റിവെച്ചിട്ട് ഒന്നും തന്നെ ആ ബന്ധത്തിൽ നിന്ന് പുറകോട്ട് പിടിച്ചു വലിക്കാതെ ഏകാഗ്രമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന യാക്കോബിൻ്റെ. നമ്മൾ ചിന്തിക്കണം, താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ലക്ഷ്യം തനിക്ക് അനുഗ്രഹം വേണം. മനുഷ്യമായി തനിക്ക് അനുഗ്രഹമുണ്ട് അല്ലേ? ഇഷ്ടം പോലെ സമ്പത്ത്, വലിയ കൂട്ടമായി വന്ന് പിന്നെ ഏതനുഗ്രഹമുണ്ട്? ആ അനുഗ്രഹം കൊണ്ട് തനിക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. മുൻപോട്ട് പോകണമെങ്കിൽ മാനുഷികമായുള്ള നന്മ കൊണ്ട് പറ്റില്ല. ഉയരത്തിലെ അനുഗ്രഹം തനിക്ക് വേണം. സർവശക്തൻ്റെ സാന്നിധ്യം വേണം. മറ്റതൊക്കെ ഭൗതിക നന്മയാണ്. തനത് മനസ്സിലാക്കി ആ അനുഗ്രഹത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. അതെല്ലാം തനിക്കുണ്ടായിരുന്നു. മനുഷ്യമായിട്ടുള്ള എല്ലാ മേന്മകളും മെച്ചങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം മാനുഷ്യമായി തനിക്കുണ്ടായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു യാക്കോബ്. എനിക്ക് പറയാനുള്ളത്, പ്രിയ സഹോദരങ്ങളെ, ഉയരത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി, ആത്മീക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ നിൻ്റെ പേര് മാറ്റുന്ന ഒരു ദൈവം. യാക്കോബിനോട് പറയുക, നീ ഈ വിഷയത്തിൽ ജയിച്ചത് കൊണ്ട്, ഈ വിഷയത്തിൽ നീ ആഗ്രഹിച്ചത് കൊണ്ട് നിൻ്റെ പേര് ഞാൻ മാറ്റുകയാണ്. ഇനിയും ഇസ്രായേൽ എന്നാണ്. കഴിഞ്ഞ മിനിറ്റ് വരെയുള്ള സഹോദരങ്ങളെ പേര് മാറ്റാൻ, നമുക്കെതിരെയുള്ള ചില ചിന്തകളെ മാറ്റാൻ, മനുഷ്യരിട്ട ചില പേരുകളുണ്ട്, വിളിക്കുന്ന ചില പേരുകൾ, അതിനെ മാറ്റിമറിക്കാൻ ഉയരത്തിലെ ശക്തിയുടെ വ്യാപാരം, ഉയരത്തിലെ അനുഗ്രഹത്തിൻ്റെ മാരി ഇന്ന് പകൽ എൻ്റെ മേലും എൻ്റെ തലമുറകളുടെ മേലും ഒന്ന് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. നിങ്ങളുടെ അവസ്ഥകൾ മാറും. ആത്മാവിൽ നിങ്ങൾ ശക്തരാകും, പ്രാർത്ഥനയിൽ ശക്തരാകും. ദൈവിക വിഷയത്തിൽ നിങ്ങൾ സമ്പന്നരാകും. ഒരു ശക്തിക്കും നിങ്ങളെ ജയിക്കാൻ കഴിയാതെ നിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന തലത്തിൽ ദൈവം ഇറങ്ങി വരും. അബ്രഹാമിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും ഒക്കെ പറഞ്ഞതുപോലെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമെന്ന് പറഞ്ഞ അതേ ദൈവം നമ്മുടെ കെയർ ഓഫിൽ അറിയപ്പെടണമെങ്കിൽ
ഉയരത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി ഒറ്റയ്ക്ക് വേർപെട്ടിരുന്ന മാറ്റേണ്ടതിനെ മാറ്റി വെക്കേണ്ടത് മാറ്റിവെച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാൻ തയ്യാറാകുന്ന ഒരു ജനറേഷനെയാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. നമ്മളതിന് സമയമെടുക്കുന്നില്ല. നമ്മൾ ജോലി ചെയ്യുന്നു, ഒരു യാന്ത്രികമായി വൈകിട്ട് വന്ന് നോർമലായി പ്രാർത്ഥിച്ച് കിടക്കുന്നു. അങ്ങനെയല്ല. ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു ഈ പകൽ ദൈവമായിട്ട് ഡയറക്റ്റ് ഒരു ബന്ധത്തിൽ. കർത്താവ്, അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വാരി, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി, അങ്ങയുടെ ആത്മാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇരട്ടി പങ്ക് വേണ്ട, അത്യന്ത ശക്തി ഞങ്ങളുടെ അകത്തേക്ക്, ഇരട്ടി പങ്കല്ല, അത്യന്ത ശക്തി ഞങ്ങളുടെ അകത്തേക്കൊന്ന് വ്യാപരിക്കണം, അല്ലെങ്കിൽ അമിത ബലം ഞങ്ങൾക്കൊന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. ദൈവാത്മാവ് നിങ്ങളെ നിറയ്ക്കാൻ പോകുകയാണ്. ഈ ശക്തി ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുള്ളൂ. യേശാവിനെ ജയിക്കണമെങ്കിൽ, ലോകത്തെ ജയിക്കണമെങ്കിൽ, ദുഷ്ടശക്തികളെ ജയിക്കണമെങ്കിൽ ഉയരത്തിലെ കൃപകളും കൃപാവരങ്ങളും നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ മേൽ മാത്രമല്ല, ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനറേഷൻ്റെ മേലും ഉയരത്തിലോ മാറി വേണം. ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവേഷ്ടം ചെയ്യുന്ന ഒരു തലമുറകളാക്കി പേരുമാറ്റുന്ന, ഞാൻ ഇനി നിന്നെ തിക്തേ എന്ന് വിളിക്കത്തില്ല, നിന്റെ പേര് മാറ്റുന്നത് പറഞ്ഞതുപോലെ ചിലരുടെ പേര് മാറ്റുന്നു. അബ്രഹാമേ, നിന്റെ പേര് ഞാൻ മാറ്റി നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞ പോലെ പേരുമാറ്റുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എത്ര പേർ ഇന്ന് പകലൊരു തീരുമാനമെടുക്കും? കർത്താവ്, ഉയരത്തിലെ അനുഗ്രഹം എനിക്ക് വേണം, ആ ശക്തി എനിക്ക് വേണം, എൻ്റെ കുടുംബത്തിനകത്തത് വ്യാപരിക്കണം. അനുഗ്രഹത്തിൻ്റെ ഒരു മാരി, അഭിഷേകത്തിൻ്റെ മാരി, വചനത്തിൻ്റെ ഒരു മാരി ഞങ്ങളുടെ മേൽ പെയ്തിറങ്ങട്ടെ. കൃപാവരങ്ങൾ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ദൈവിക അനുഗ്രഹം, ദൈവത്തിൻ്റെ ഫേവർ, ആ പ്രസാദം ഞങ്ങളുടെ മേലൊന്ന് ചൊരിയണമെന്ന് അതിനു വേണ്ടി മുട്ടി നിൽക്കാൻ. നമ്മൾ ഭൗതികമായ പല വിഷയത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, തലമുറയുടെ കെട്ടുപണിക്ക് വേണ്ടി, അതൊക്കെ നല്ല കാര്യമാണ്, വേണ്ടെന്നല്ല പറഞ്ഞത്. സൗഖ്യത്തിന് അതിലുപരി കർത്താവ് ഉയരത്തിലെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യാൻ പോകും. യേശുവിൻ്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ. ആത്മാവിൻ്റെ വലിയ സഹിതം അവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. പിതാവേ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ ഇന്ന് പകൽ ചൊരിയിച്ച് ആത്മാവരോട് ഇടപെട്ട ദൈവിക സാന്നിധ്യത്തിനായി പേരുമാറി ആത്മാവിൽ കൊതിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയാക്കി ഞങ്ങളെല്ലാവരെയും തീർക്കാൻ ഇന്ന് പകൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആത്മാവ് ഇടപെടുന്നതിന് സ്തോത്രം. തനിച്ചു പ്രാർത്ഥിക്കാൻ, വേർപെട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ, ദൈവമായിട്ട് കർത്താവെ കോൺസെൻട്രേഷനോടെ പ്രാർത്ഥിക്കാൻ, അശ്രദ്ധമാക്കുന്ന, മന്ദത കൊണ്ടുവരുന്ന, മയക്കം കൊണ്ടുവരുന്ന, ക്ഷീണം കൊണ്ടുവരുന്ന, ചിന്തകളെ വികലമാക്കുന്ന സകല ശക്തികളെ മാറ്റി നിർത്തി ഏകാഗ്രതയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നത് കാണാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പോലെ നൽകുന്ന വിടുതലുകൾക്ക് സ്തോത്രം, സമാധാനത്തിന് സ്തോത്രം, സ്വസ്ഥതയ്ക്ക് സ്തോത്രം, ബലത്തിന് സ്തോത്രം, എല്ലാറ്റിനും നന്ദി പറയുന്നു. സകല മഹത്വം അങ്ങയുടെ പാദപീഠത്തിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ബലത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.